പക്ഷേ അബൂബക്കർ ഫൈസി നോക്കൂ, ഇപ്പോൾ സമസ്ത സർക്കാരുമായിട്ട് വളരെ, പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ വളരെ സർക്കാരുമായിട്ട് വളരെ നല്ല ടേംസിലാണ്. എന്ന് മാത്രമല്ല, സമസ്തയിൽ ഒരു വിഭാഗം സർക്കാരുമായും CPM-ഉമായും നല്ലതുപോലെ അവരുടെ പ്രോഗ്രാമുകളിലടക്കം സഹകരിക്കുന്നു, സെമിനാറിൽ പോകുന്നു, നല്ല കോർഡിയലായ ബന്ധമുണ്ട്. അതിൽ എതിർപ്പുള്ള ഒരു വിഭാഗമുണ്ട്, പ്രത്യേകിച്ച് ലീഗ് പക്ഷപാതികളായ സമസ്ത നേതാക്കൾ. അതിലൊരാളാണ് നാസർ ഫൈസി കൂടത്തായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ CPM-ഉം സർക്കാരും തമ്മിൽ നല്ല അടി ഉണ്ടാവണം എന്ന അർത്ഥത്തിലല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം, ഒരു പ്രസംഗം നാസർ ഫൈസി നടത്തുന്നു. തിരിച്ച് CPM നേതാക്കൾ വളരെ ആഞ്ഞടിച്ചുള്ള മറുപടി പറഞ്ഞാൽ ഇതേ സുന്നത്ത് ജമാഅത്തിനെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേറൊരു ക്യാമ്പയിൻ നടത്താൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ കുളം കലക്കുക, CPM-നെയും സമസ്തയും തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഇതിന്റെ ലക്ഷ്യം? താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം സമസ്ത ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. സമസ്തക്ക് ഭൗതിക രാഷ്ട്രീയമില്ല. ഇസ്ലാമിക് വിരുദ്ധമല്ലാത്ത, മതവിരുദ്ധമല്ലാത്ത എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും സഹകരിക്കാമെന്നും അതിൽ പ്രവർത്തിക്കാമെന്നും സമസ്ത കൃത്യമായ അതിന്റെ കീഴ്വഴക്കുന്ന നിലപാടുള്ള സംഭവമാണ് സമസ്ത. അതുകൊണ്ട് സമസ്തക്ക് ഒരു രാഷ്ട്രീയമായ പ്രത്യേക താല്പര്യമില്ലാത്തതുകൊണ്ട് താങ്കളുടെ ആ വാദം സമസ്തയെ ബന്ധപ്പെട്ട് തെറ്റാണ്. അല്ല, അത് താത്വികമായ ഒരു നിലപാട് തറയല്ലേ ശ്രീ അബൂബക്കർ ഫൈസി മലയമ്മ? നമ്മൾ PMA സലാം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിക്കുന്നത് കേട്ടതല്ലേ പത്രസമ്മേളനത്തിൽ, മുഖ്യമന്ത്രിയുമായിട്ട് ഫോൺ വിളിക്കുന്നതിനെ ഒക്കെ പരാമർശിച്ച്. അപ്പൊ ഒരു തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. സമസ്തക്കുള്ളിൽ രണ്ടഭിപ്രായമുണ്ട്. സമസ്തയിൽ ലീഗ് പക്ഷപാതികളും അത്ര ലീഗ് പക്ഷപാതികളും അഭിലാഷ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാണ്. പാണക്കാട് സ്വാദിഖലി ശിഹാബ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ ഷഹീദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ചല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം PMA സലാം സാഹിബ് ആണെങ്കിൽ ഒരു വ്യക്തിയെ പരാമർശിച്ചിട്ടുമില്ല. അതുകൊണ്ട് താങ്കൾ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടുപോവാണ്. അല്ല, ഡൈവേർട്ട് ചെയ്യുന്നതല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സമസ്തയിലെ ലീഗ് അനുകൂലികളും CPM അനുകൂലികളും തമ്മിലുള്ള സംഘർഷത്തിൽ കുറച്ച് പോയിന്റ്സ് അധികം എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിവാദമല്ലേ നാസർ ഫൈസി കൂടത്തായി ഇത് എന്നുള്ളതാണ് എന്റെ ചോദ്യവും എന്റെ പോയിന്റും. ഒരിക്കലും അല്ല. കാരണം നാസർ ഫൈസി കൂടത്തായി അവിടെ രാഷ്ട്രീയ വ്യക്തിയോടല്ല സംസാരിച്ചത്. നാസർ ഫൈസി കൂടത്തായി സംസാരിച്ചത് SMF അഥവാ കോഴിക്കോട് ജില്ലയിലെ മഹല്ല് ഭാരവാഹികളോടാണ്. പല വിഷയങ്ങളുടെ കൂട്ടത്തിൽ 2-3 വരികൾ മാത്രമാണ് ആ വിഷയം പറഞ്ഞത്. അതവിടെ കൃത്യമാണ്. കാരണം കമ്മ്യൂണിസം പാൽപായസം നിറച്ചു വെച്ചിട്ട് അതിൽ ഒരു തുള്ളി വിഷം പോരെ ശ്രീ അബൂബക്കർ ഫൈസി? 2 വാചകമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അത് കുറവാവുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറെ നേരമായി നിങ്ങളെല്ലാം പറയുന്ന ഭരണഘടന, അതുപോലെ തന്നെ ഇവിടുത്തെ മിത്രവിവാഹം, അവിടുത്തെ സ്പെഷ്യൽ മാരേജ് ആക്ട് ഒക്കെ പറയുന്നുണ്ട്. നമ്മളൊന്നും ആ നിയമത്തിനോ അല്ലെങ്കിൽ ഭരണഘടനക്കോ എതിരല്ല സംസാരിക്കുന്നത്. മതവിശ്വാസികൾ മൂല്യങ്ങൾ പാലിക്കണം, അത് വനിതാ എന്നാ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇസ്ലാമിക സമൂഹത്തിൽ നിക്കാഹ്, വിവാഹം എന്നത് മതവിശ്വാസികൾ തമ്മിലുള്ള ഒരു വിവാഹ ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മതത്തിന്റെ മൂല്യമാണത്. അപ്പൊ അതിൽ ഉറച്ചിട്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, എങ്ങനെയാണ് അത് ഭരണഘടന വിരുദ്ധമാകുക? അല്ല, ഭരണഘടന ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഒരു വ്യക്തിക്ക് സ്വയം നിർണയ അവകാശം നൽകിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ലൈഫ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കാം. ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ലൈഫ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കാം എന്നുള്ളതായിരുന്നു ഹാദിയ കേസിലെ സുപ്രീം കോടതി വിധി. ആ ഹാദിയ കേസിലെ സുപ്രീം കോടതി വിധിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങയോട് നേരത്തെ ചോദിച്ചിരുന്നു. ഇല്ലേ? ഞാൻ പറയട്ടെ, അതേ ഭരണഘടന മതം പ്രചരിപ്പിക്കാൻ അവകാശം റൈറ്റ് നൽകുന്നുണ്ട്. മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 25 നൽകുന്നുണ്ട്. അവിടെ ഒരു വ്യക്തി വിവാഹം കഴിച്ചാൽ ഉടനെ അത് റാഞ്ചിക്കൊണ്ടു പോകലാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. മതം വിശ്വസിക്കേണ്ട ഒരാൾക്ക് മതം വിശ്വസിക്കാം. ഒരു മിനിറ്റ് പറയാൻ സമ്മതിക്കൂ. ഇവിടെ സമസ്തയോ അല്ലെങ്കിൽ സമസ്തയുടെ ഘടകങ്ങളോ അതിനെ അട്ടിമറിക്കാൻ വരുന്നില്ല. ഈ മിശ്ര വിവാഹിതരെ ആക്രമിക്കാൻ വരുന്നില്ല. മതവിശ്വാസികളോട് മതം പറഞ്ഞു കൊടുക്കുകയാണ്. മതം നിങ്ങൾ പാലിക്കണം, വിവാഹത്തിന്റെ മതം പാലിക്കണം. മിശ്ര വിവാഹത്തിന് ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത് മതവിശ്വാസികൾ തമ്മിലാണ്, മുസ്ലിങ്ങൾ തമ്മിലാണ്. അല്ലാത്ത വിവാഹത്തെ മതപരമായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നല്ലേ പറയുന്നുള്ളൂ. അബൂബക്കർ ഫൈസി, നമ്മളൊരു ബഹുസ്വര പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ടല്ലോ. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി CPM മിശ്ര വിവാഹം നടത്തുകയാണ്. പാർട്ടി ഓഫീസുകളിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ മുസ്ലിം പെൺകുട്ടികളെ അമുസ്ലിമുകൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനെതിരെ മഹല്ലുകൾ സംഘടിച്ച് നിൽക്കണം. ഇത് മഹല്ല് ജമാഅത്തുകൾക്ക് നൽകുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ പോലെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു പരാമർശവും പ്രസംഗവും പുറത്തേക്ക് വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ് എന്ന് അറിയാത്ത ആളാണോ നിങ്ങൾ? യോഗി ആദിത്യനാഥ് നടത്തുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾ നടത്തുന്ന പരാമർശങ്ങളെയൊക്കെ വലിയ കുഴപ്പമാണ്, ഹെയ്റ്റ് സ്പീച്ച് ആണ് എന്ന് പറയുന്നതാണല്ലോ. അപ്പൊ ഞങ്ങൾ നടത്തിയാൽ നല്ലത്, മറ്റവർ നടത്തിയ ഹെയ്റ്റ് സ്പീച്ച് എന്നുള്ള നിലപാട് കൊള്ളാം, നല്ലതാണ് എന്നേ പറയാനുള്ളൂ. അങ്ങനല്ല നിങ്ങൾ ഇതിനെ കാണേണ്ടത്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയുടെ പേരാമ്പ്ര, മേപ്പയൂർ പോലുള്ള പ്രദേശങ്ങളിൽ ഈടെ നടന്ന ചില വിവാഹങ്ങളുണ്ട്. ഞാൻ വിവാഹത്തിന്റെ പേരുകൾ കൂട്ടിയിട്ടില്ല. ആ വിവാഹം മുസ്ലിം ചെറുപ്പക്കാരികൾ, മുസ്ലിം പെൺകുട്ടികളെ
ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വിവാഹം ചെയ്തതാണ്. ആയിക്കോട്ടെ, അത് ആ മുസ്ലിം പെൺകുട്ടികളുടെ മുസ്ലിം യുവതികളുടെ റൈറ്റ് അല്ലേ? അവർ 18 വയസ്സ് കഴിഞ്ഞ ആളുകൾ അവരവരുടെ പാർട്ണറെ തെരഞ്ഞെടുത്തു. അവരുടെ പാർട്ണർ ഡിവൈഎഫ്ഐ ആയി പോയി എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ആ വിവാഹത്തെ നമ്മൾ എതിർത്തിട്ടില്ല, അഥവാ നമ്മൾ നിയമപരമായിട്ടോ കായികമായിട്ടോ നേരിട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ നേരിടാൻ പറ്റില്ലല്ലോ. പറയണേ, അതെങ്ങനെയാണ് ആ വിവാഹത്തെ എങ്ങനെയാണ് നിയമപരമായി നേരിടുക? നിയമപരമായി നേരിടാൻ ഒരു സ്കോപ്പും ഇല്ല. ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ നിയമപരമായി നേരിടാൻ, കായികമായി നേരിട്ട് കഴിഞ്ഞാൽ രാജ്യത്ത് നിയമം ഉണ്ടാകത്ത് കിടക്കും. നമ്മൾ വരുന്നില്ല. അത് രണ്ടും നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ രണ്ടും നടത്തിയില്ല എന്ന് വളരെ ഔദാര്യപൂർവ്വം പറയുന്നത് അത് രണ്ടും നിങ്ങൾക്ക് പറ്റില്ല. നിയമപരമായി നേരിടാൻ പറ്റില്ല, കാരണം അങ്ങനെ നിയമമില്ല. കായികമായി നേരിട്ട് കഴിഞ്ഞാൽ നിയമത്തെ നേരിടേണ്ടി വരും. നിങ്ങൾ പറയാൻ സമ്മതിക്കണം. ഞാൻ പറയുന്നത് മതവിശ്വാസിയുടെ മതം പറഞ്ഞു കൊടുത്താണ്, അത് മതവിരുദ്ധമാണ്, അത് മതശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമാണ്. നേരത്തെ ചർച്ചയിൽ പറഞ്ഞല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മതവിശ്വാസികളോട് മതം പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ നോക്കൂ, വളരെ എന്താ പറയുക, ഇതിനേക്കാൾ നല്ല ഭാഷയിൽ ഇടുക്കി ബിഷപ്പ് സംസാരിച്ചപ്പോൾ തന്നെ എന്തുമാത്രം കുഴപ്പം ഇവിടെ ഉണ്ടായി. അവരെ പാർട്ടി ഓഫീസുകൾ ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും തട്ടിക്കൊണ്ടുപോയി പാർട്ടി ഓഫീസിൽ വെച്ച് അമുസ്ലിങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു എന്ന് പറയുന്നത് ആ നിലയ്ക്ക് മതം പറഞ്ഞു കൊടുക്കലായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുമോ? കേൾക്കും എല്ലാ മതപ്രഭാഷകരും ഇങ്ങനെയാണോ മതം പറയാറ്? നാസർ ഫൈസി കൂടത്തായി കൃത്യമായി പറഞ്ഞു, തട്ടിക്കൊണ്ടുപോയി ഉദ്ദേശിച്ചത് ഞാൻ മാനസികമായി തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ളത് ഇനി പ്രണയിച്ച് വശീകരിച്ചു തന്നെ വെച്ചോ. തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാക്ക് വിട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണോ സാധാരണ മതപ്രഭാഷകര് പ്രഭാഷണം നടത്താറ്? അവിടെ കൃത്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രണയത്തിന്റെ മറവിൽ മതനിരാസം പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ അവർ മതനിരാസം പ്രചരിപ്പിക്കുന്നവരുമാണ്. ആ കമ്മ്യൂണിസത്തിന്റെയും മതത്തിന്റെ മറവിൽ മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അത് ആർട്ടിക്കിൾ 25 അനുസരിച്ച് അത് മനസാക്ഷിക്കുള്ള അവകാശമാണ്. വിശ്വസിക്കാതിരിക്കാം. ഒരാളിപ്പോ വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അയാളെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ടില്ലല്ലോ. ആരങ്ങനെ പറഞ്ഞത്? പിന്നെ പറയുന്നത് ശരി, മതം പ്രചരിപ്പിക്കുന്നത് പോലെ ഇനി മതനിരാസം പ്രചരിപ്പിച്ചു എന്നുള്ള വേർഡ് ഞാൻ എടുക്കാം. മതനിരാസം പ്രചരിപ്പിക്കാനുള്ള അവകാശമില്ല ഈ രാജ്യത്തെ പൗരന്മാർക്ക്? നമ്മളതിന് ചോദ്യം ചെയ്യുന്നില്ല. ചോദ്യം ചെയ്യുന്നത് അല്ല, നമ്മൾ ചോദ്യം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായി അടുത്ത കാലത്തായി ഇവിടുത്തെ സംഘപരിവാർ ഭീഷണി ഉയർത്തിക്കാട്ടിയിട്ട് മുസ്ലിം സമുദായത്തോട് കൂടുതൽ ഈ മതനിരപേക്ഷത പറയുന്നുണ്ട്. എന്നാൽ അതുപോലെ മുസ്ലിം സമുദായത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയൂ, മുസ്ലിം സമുദായത്തോട് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കൂടുതൽ അടുക്കുന്നുണ്ട്. സമസ്തയിൽ പോലും അക്കാര്യത്തിൽ ഒരു എന്താ പറയാ, ചില തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. കൂടുതൽ മുസ്ലിം മതവിശ്വാസികൾ ഇടതുപക്ഷത്തോട് അടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൽ പ്രശ്നമുണ്ട്, പ്രശ്നമുള്ള ആളുകൾ കുളം കലക്കുന്നു എന്ന് സാമാന്യമായി പറയാം. നിങ്ങൾ പറയാൻ ശ്രമിക്കാത്ത എന്തുകൊണ്ടാ? അങ്ങ് പറയുന്നുണ്ട്, ഞാനും പറയട്ടില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ അല്ലാതെ കയറങ്ങള് ഇതിന്റെ മറവിൽ, അഥവാ മുസ്ലിം സമുദായം അടക്കമുള്ള ഇവിടുത്തെ ഈ വിഷയങ്ങളിൽ ഇതിന്റെ മറവിൽ ഇതേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആശയം കമ്മ്യൂണിസം എന്ന് പറയുന്ന മതനിരാസമാണ്, മതനിഷേധമാണ്. അതിന്റെ മറവിൽ പലപ്പോഴായി നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ മുസ്ലിം പെൺകുട്ടികളെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവർ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളൊക്കെ മതനിരാസം ഉള്ള ആളുകളാണ്. എത്രയോ മതവിശ്വാസികളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. മുസ്ലിം മതവിശ്വാസികൾ എത്രയോ ആൾക്കാരുണ്ട്. KT ജലീൽ, AM ആരിഫ്, എത്രയോ TK ഹംസ, എത്രയോ മുസ്ലിം മതവിശ്വാസികളായ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നവരെല്ലാം മതനിരാസം ഉള്ള ആളുകളാണോ? കമ്മ്യൂണിസം എന്ന് പറയുന്നത് മതനിരാസമാണ്, മതനിഷേധമാണ്. കൃത്യമായി ലോകത്ത് അതിന്റെ ആശയം അങ്ങനെയാണ്. മാക്സ് ലോകത്ത് പഠിപ്പിച്ച കമ്മ്യൂണിസം അതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്നത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലേ? അതിൽ അമ്പലത്തിൽ പോകുന്നവരും പള്ളിയിൽ പോകുന്നവരും ചർച്ചിൽ പോകുന്നവരും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട്. വളരെ പ്രകടമായി തന്നെ മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ വളരെ ഓപ്പൺ ആയിട്ട് മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചിന്താധാര പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൂടുതൽ ചെറുപ്പക്കാർ ഞങ്ങളുടെ സമൂഹത്തിൽ സാഹോദര്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ സാമീപ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അത് കുറെ കൂടി മാന്യമായ നിലയിൽ പറയണ്ടേ? പെൺകുട്ടികളെ റാഞ്ചിക്കൊണ്ടു പോയിട്ട് കല്യാണം കഴിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ എന്താ പറയാ, നമ്മുടെ നല്ലതുപോലെ ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ അന്തഛിദ്രം ഉണ്ടാക്കുന്നതല്ലേ? ഒരിക്കലുമല്ല. കാരണം ആ രീതിയിൽ സംസാരിച്ചിട്ടേ ഇല്ല. നാസർ കൃത്യമായി പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സമൂഹത്തിനകത്ത് പാലിക്കേണ്ട ധാർമ്മിക മര്യാദകളെ പറ്റിയാണ് സംസാരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മതനിഷേധത്തിൽ അധിഷ്ഠിതമാണ്. ശരി, ഓക്കെ, എനിക്ക് മനസ്സിലായി. ഒരുപാട് കാര്യം റിപ്പീറ്റ് ചെയ്താലും പറയുന്നത് ഒറ്റ കാര്യമാണല്ലോ.